പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തന്നിരുന്നു. ചെയ്തു നോക്കിയോ? എന്തായിരുന്നു അത്? ഒരു സെല്ലും ബൾബും സ്വിച്ചും ശ്രേണിയായി ബന്ധിപ്പിച്ച് ഒരു വൈദ്യുത സർക്യൂട്ട് നിർമ്മിക്കാനുള്ള ഒരു അസൈൻമെൻറ്റാണ് തന്നിരുന്നത്. ബൾബെല്ലാം പ്രകാശിച്ചല്ലോ. ഗുഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഒരു സർക്യൂട്ടിൽ സെല്ല് വേണം, പിന്നെ അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു സ്വിച്ച് വേണം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കുന്നതിന് വോൾട്ട്മീറ്റർ ഉപയോഗിക്കാം, കറണ്ട് അളക്കുന്നതിന് നമുക്ക് അമ്മീറ്റർ ഉപയോഗിക്കാം, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇവിടെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസും കറണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്കൊന്ന് പരിശോധിക്കണ്ടേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടിയാൽ എന്ത് സംഭവിക്കും? കറണ്ടിന് എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറഞ്ഞാൽ കറണ്ടിന് എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ? തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കണ്ടേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സർക്യൂട്ടിൽ എങ്ങനെയാണ് അമ്മീറ്റർ കണക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വോൾട്ട്മീറ്റർ കണക്ട് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്, പഠിച്ചതാണ്. ഇനി രണ്ടും കൂടി ഒരു സർക്യൂട്ടിൽ ഒരു വോൾട്ട്മീറ്ററും ഒരു അമ്മീറ്ററും കണക്ട് ചെയ്ത് നമുക്ക് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസും കറണ്ടും തമ്മിലുള്ള ബന്ധം പഠിക്കാൻ ശ്രമിച്ചാലോ? അപ്പോൾ നമുക്കിവിടെ ആവശ്യം ആയ മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? ഒരു എലിമിനേറ്റർ അല്ലെങ്കിൽ ഒരു സെൽ, ഒരു കീ, പിന്നെയോ വോൾട്ട്മീറ്റർ, പിന്നെ അമ്മീറ്റർ, ഒരു ബൾബ്. ഇത്രയും വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്കൊരു സർക്യൂട്ട് നിർമ്മിക്കാം. ആ സർക്യൂട്ട് ഡയഗ്രാം ഒന്ന് വരയ്ക്കാമോ? വരച്ചു നോക്കൂ. നിങ്ങൾ വരച്ച സർക്യൂട്ട് ഡയഗ്രാം ഇതുപോലെയാണോ എന്ന് നോക്കിയേ. ഇതുപോലെയാണോ? നിങ്ങൾ വരച്ച സർക്യൂട്ട് ഡയഗ്രാമും ഈ ഡയഗ്രാമും താരതമ്യം ചെയ്യുമ്പോൾ ഒരു ഉപകരണം കൂടുതലായി കാണുന്നു അല്ലേ? അതെ. ഏതാണ്? ഈ ഉപകരണം. എന്താണിത്? റിയോസ്റ്റാറ്റ്. കണ്ടിട്ടുണ്ടോ റിയോസ്റ്റാറ്റ്? ഈ ഉപകരണത്തെയാണ് റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഈ റിയോസ്റ്റാറ്റിൻ്റെ ഉപയോഗം? റിയോസ്റ്റാറ്റ് ഒരു വൈദ്യുത സർക്യൂട്ടിൽ കറണ്ട് ക്രമപ്പെടുത്തുന്നതിന്, കറണ്ട് കൂട്ടുന്നതിനോ കുറയ്ക്കുന്നതിനോ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റിയോസ്റ്റാറ്റ്. ആ റിയോസ്റ്റാറ്റിൻ്റെ സിമ്പലാണ് ഈ കാണുന്നത്, പ്രതീകം. അപ്പോൾ ഇവയെല്ലാം ഉപയോഗിച്ച് നമുക്ക് ഒരു സർക്യൂട്ട് നിർമ്മിച്ച്, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസും കറണ്ടും തമ്മിലുള്ള ബന്ധം നമുക്കൊന്ന് നോക്കിയാലോ? റെഡിയല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ എലിമിനേറ്റർ ഉണ്ട്. എലിമിനേറ്ററിൽ നിന്ന് ഞാൻ എലിമിനേറ്ററിൻ്റെ പോസിറ്റീവിൽ നിന്ന്, നിങ്ങൾക്കറിയാം എലിമിനേറ്ററിൻ്റെ ഈ കാണുന്ന റെഡ് ടെർമിനലാണ് പോസിറ്റീവ്. ഞാൻ എലിമിനേറ്ററിൻ്റെ പോസിറ്റീവിൽ നിന്ന് കണക്ഷൻ എടുക്കുന്നു. പോസിറ്റീവിൽ നിന്ന് അമ്മീറ്ററിൻ്റെ പോസിറ്റീവിൽ കണക്ട് ചെയ്യുകയാണ്. ഉണ്ടല്ലോ, അമ്മീറ്ററിൻ്റെ പോസിറ്റീവ്. അമ്മീറ്ററിൽ നിന്ന് അമ്മീറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്ന് എവിടെയാണ് കണക്ട് ചെയ്യുന്നത്? റിയോസ്റ്റാറ്റിൽ കണക്ട് ചെയ്യുന്നു. റിയോസ്റ്റാറ്റിൻ്റെ ഒരു വശത്ത് മുകളിൽ കണക്ട് ചെയ്യുകയാണ്. ഉണ്ടോ? റിയോസ്റ്റാറ്റിൻ്റെ മുകളിൽ കണക്ട് ചെയ്യുന്നു. അമ്മീറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്ന് റിയോസ്റ്റാറ്റിൻ്റെ മുകളിൽ കണക്ട് ചെയ്തു. ഇനി റിയോസ്റ്റാറ്റിൻ്റെ
ഈ ഭാഗത്ത് നിന്ന് മറുവശത്ത് താഴെ നിന്ന് റിയോസ്റ്റാറ്റിൻ്റെ ഒരു വശത്ത് മുകളിൽ കണക്ട് ചെയ്താൽ അടുത്ത കണക്ഷൻ എടുക്കേണ്ടത് മറുവശത്ത് താഴത്തെ ടെർമിനലിൽ നിന്നാണ്. അടുത്ത കണക്ഷൻ എടുക്കേണ്ടത്. ആ കണക്ഷൻ ഞാൻ ഈ കീയുടെ ഒരു ടെർമിനലിൽ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുന്നു. കീയുടെ രണ്ടാമത്തെ ടെർമിനലിൽ നിന്ന് എവിടെ കണക്ട് ചെയ്യുന്നു? ബൾബിലേക്ക് കണക്ട് ചെയ്യുന്നു. ഉണ്ടോ? ഇതുപോലെ ബൾബിൽ കണക്ട് ചെയ്യുന്നു. ബൾബിൻ്റെ അടുത്ത ടെർമിനൽ ഞാൻ എലിമിനേറ്ററിൻ്റെ നെഗറ്റീവിലും കണക്ട് ചെയ്തു. ഇനി നമുക്കൊന്ന് എലിമിനേറ്റർ ഓൺ ചെയ്ത് നോക്കിയാലോ. ബൾബ് കത്തുന്നുണ്ടോ? ഇല്ല. എന്താ കാരണം? ഇവിടെ ഈ സ്വിച്ച്, ഈ കീ ഞാൻ ക്ലോസ് ചെയ്തിട്ടില്ല. കീ ക്ലോസ് ചെയ്തതിന് ശേഷം കണ്ടോ, ഈ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കറണ്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് ബൾബിൻ്റെ പ്രകാശ തീവ്രത നമുക്കിതുപോലെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ സാധിക്കും. കണ്ടുവല്ലോ. അപ്പോൾ ഇവിടെ ഈ സർക്യൂട്ടിൽ ഇപ്പോൾ എന്ത് മാത്രമേ ഉള്ളൂ? അമ്മീറ്റർ മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ ഈ റിയോസ്റ്റാറ്റ് കണ്ടോ, റിയോസ്റ്റാറ്റിൻ്റെ ഈ ഭാഗത്തിന് സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് എന്നാണ് പറയുക. ഈ സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് നീക്കുന്നതിനനുസരിച്ച് ബൾബിൻ്റെ പ്രകാശ തീവ്രതയിലും വ്യത്യാസം വരുന്നു. അതുപോലെ തന്നെ അമ്മീറ്ററിൻ്റെ നീഡിലേക്ക് നോക്കുക. അമ്മീറ്ററിൻ്റെ നീഡിൽ വ്യത്യാസം വരുന്നുണ്ടോ? അമ്മീറ്ററിൻ്റെ നീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നുണ്ടോ? ഉണ്ടോ? ബൾബിൻ്റെ പ്രകാശ തീവ്രത കൂടുമ്പോൾ അമ്മീറ്ററിൻ്റെ നീഡിൽ കൂടിയ അളവ് കാണിക്കുന്നു അല്ലേ. ഇനി കുറയ്ക്കുമ്പോഴോ കറണ്ട് കുറയുന്നു, ബൾബിൻ്റെ പ്രകാശ തീവ്രത കുറയുന്നു, അമ്മീറ്ററിൻ്റെ നീഡിൽ കണ്ടോ ഇതിലെ അളവ് കുറഞ്ഞു വരുന്നതായിട്ടും കാണും. ഇവിടെ ഇപ്പോൾ കണ്ടോ, ബൾബ് വളരെയധികം ഡിമ്മായിരിക്കുകയാണ് അല്ലേ. ഡിമ്മായിരിക്കുന്ന സമയത്ത് അമ്മീറ്ററിൻ്റെ നീഡിൽ നിങ്ങൾ കണ്ടോ കുറഞ്ഞ റീഡിംഗ് ആണ് കാണിക്കുന്നത്. ഞാൻ ഈ സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് നീക്കി കണ്ടോ, ബൾബിൻ്റെ പ്രകാശ തീവ്രത കൂടുന്നുണ്ടോ? അതനുസരിച്ച് അമ്മീറ്ററിൻ്റെ നീഡിൽ കണ്ടോ അത് കൂടിയ റീഡിങ്ങും കാണിക്കുന്നു. അതായത് സർക്യൂട്ടിലെ കറണ്ട് കൂടിയെന്ന് അർത്ഥം. ഇനി നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കണ്ടേ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കുന്നതിനായിട്ട് നമുക്ക് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യണം. ഇപ്പോൾ വോൾട്ട് മീറ്റർ ഉണ്ട്. എങ്ങനെയാണ് വോൾട്ട് മീറ്റർ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുക? വോൾട്ട് മീറ്റർ പാരലൽ ആയിട്ട് സമാന്തരമായിട്ടാണ് ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യാണ്. വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവ് ഞാൻ ബൾബിൻ്റെ ഈ ടെർമിനൽ കൊടുത്തു, നെഗറ്റീവ് ഇവിടെയും കൊടുത്തു. ഇനി നമുക്കൊന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. കണ്ടോ ബൾബ് നന്നായി പ്രകാശിക്കുന്നുണ്ട്. രണ്ട് നീഡിലും നിങ്ങൾ ശ്രദ്ധിക്കുക. കണ്ടോ, വോൾട്ട് മീറ്ററിൻ്റെ നീഡിൽ ഇതാ കാണുന്നു, അമ്മീറ്ററിൻ്റെ നീഡിൽ ഇവിടെ കാണുന്നു. രണ്ടിലും ഉണ്ടാവുന്ന വ്യത്യാസം ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ റിയോസ്റ്റാറ്റ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അമ്മീറ്ററിൻ്റെ നീഡിലും വോൾട്ട് മീറ്ററിൻ്റെ നീഡിലും ഒപ്പം തന്നെ ഈ ബൾബിൻ്റെ പ്രകാശവും നോക്കുക. നോക്കൂ, ഇപ്പോൾ കണ്ടോ ബൾബിൻ്റെ പ്രകാശം കൂടുന്നു, വോൾട്ട് മീറ്റർ റീഡിംഗ് കൂടുന്നു, അമ്മീറ്റർ റീഡിംഗ് കൂടുന്നു. കണ്ടുവല്ലോ. ഇനി നോക്കൂ, ബൾബിൻ്റെ പ്രകാശം കുറയുന്നു, വോൾട്ട് മീറ്ററിൻ്റെ റീഡിംഗ് കുറയുന്നു, അമ്മീറ്റർ കണ്ടോ റീഡിംഗ് കുറയുന്നു. അപ്പോൾ എന്താ നമുക്കിന്ന് മനസ്സിലായത്? ഞാനിവിടെ നേരത്തെ പറഞ്ഞു
റിയോസ്റ്റാറ്റ് നമ്മൾ ഒരു സർക്യൂട്ടിലെ കറണ്ട് ക്രമപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ്. എപ്പോഴായിരിക്കും ബൾബ് കൂടുതൽ തീവ്രതയോടെ കത്തുന്നത്, പ്രകാശത്തോടെ കത്തുന്നത്? കൂടുതൽ കറണ്ട് പ്രവഹിക്കപ്പെടുമ്പോൾ. അപ്പോൾ കറണ്ട് കൂടുമ്പോൾ കൂടുതൽ തീവ്രതയോടെ ബൾബ് പ്രകാശിക്കുകയും എന്തെല്ലാം കൂടുന്നു? വോൾട്ട്മീറ്റർ റീഡിങ്ങും കൂടുന്നു, അമ്മീറ്റർ റീഡിങ്ങും കൂടുന്നു. ഇനി കറണ്ട് കുറയുമ്പോഴോ? കണ്ടോ, കറണ്ട് കുറയുമ്പോൾ ബൾബിൻ്റെ പ്രകാശ തീവ്രത കുറയുന്നു, ബൾബിൻ്റെ പ്രകാശ തീവ്രത കുറയുന്നു, വോൾട്ട്മീറ്റർ റീഡിംഗ് കുറയുന്നു, അമ്മീറ്റർ റീഡിംഗ് കുറയുന്നു. അപ്പോൾ നമുക്ക് വോൾട്ട്മീറ്റർ ഉപയോഗിച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അളക്കുന്നത്, അമ്മീറ്റർ ഉപയോഗിച്ച് കറണ്ടും അളക്കുന്നു. അത് തമ്മിലുള്ള ബന്ധം എന്താണ്? കുറിക്കാമോ? പൊട്ടൻഷ്യൽ ഡിഫറൻസും കറണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ്? വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് കറണ്ട്? ശരിയാണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുമ്പോൾ കറണ്ടും കൂടുന്നു, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറയുമ്പോൾ കറണ്ടും കുറയുന്നു. അപ്പോൾ അവ തമ്മിലുള്ള ബന്ധം എന്താണ്? നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു I കറണ്ട്. അപ്പോൾ V ഈസ് ഈക്വൽ ടു ഒരു സ്ഥിരസംഖ്യ അഥവാ ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു I. അപ്പോൾ V ഈസ് ഈക്വൽ ടു R ഇൻറ്റു I. ആ സ്ഥിരസംഖ്യ അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് R ആണ്. എന്താണ് ഈ R? R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ്. ഇവിടെ ഏത് ഭാഗത്തിൻ്റെ റെസിസ്റ്റൻസ് ആണ്? നമ്മൾ എവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അളന്നത്? ഈ ബൾബിന് എക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മൾ അളന്നത്. ശരിയല്ലേ? ബൾബിൻ്റെ ഫിലമെൻറ്റിൻ്റെ രണ്ട് അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് നമ്മൾ അളന്നത്. അപ്പോൾ ആ ബൾബിൻ്റെ ഫിലമെൻറ്റിൻ്റെ റെസിസ്റ്റൻസ് ആണ് ഇവിടെ R എന്ന് പറയുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് V/I ആണ്. V/I ഈസ് ഈക്വൽ ടു R. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ കറണ്ട് ഈസ് ഈക്വൽ ടു എന്താണ്? റെസിസ്റ്റൻസ്. അപ്പോൾ ഈ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താ? വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനാകും? നമുക്ക് നോക്കാം. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റിനെ കറണ്ടിൻ്റെ യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അല്ലേ? അപ്പോൾ യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ട് ബൈ യൂണിറ്റ് ഓഫ് കറണ്ട് ആംപെയർ. അപ്പോൾ വോൾട്ട് ബൈ ആംപെയർ ഈസ് ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഈ വോൾട്ട് ബൈ ആംപെയർ എന്നുള്ളതിന് നമ്മൾ ഓം എന്ന് പറയും. ഓം, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്, OHM, ഓം. സർ ജോർജ് സൈമൺ ഓം എന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ നാമധേയത്തിലാണ് നമ്മൾ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസും കറണ്ടും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആദ്യമായി പഠിച്ചത് ആരാണ്? സർ ജോർജ് സൈമൺ ഓം എന്ന ശാസ്ത്രജ്ഞനാണ്. അതുകൊണ്ട് ഈ നിയമത്തെ അല്ലെങ്കിൽ ഈ ബന്ധത്തെ നമ്മൾ ഓംസ് ലോ, ഓം നിയമം എന്നാണ് പറയുന്നത്. എന്താണ് ഈ ഓം നിയമം? താപനില സ്ഥിരമായിരുന്നാൽ ഒരു ചാലകത്തിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് ആ ചാലകത്തിൻ്റെ രണ്ട് അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ഇഫ് ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, കറണ്ട് flowing through a conductor is directly proportional to potential difference between the ends of the conductor. ഇതാണ് ഓംസ് ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പൊട്ടൻഷ്യൽ വ്യത്യാസവും കറണ്ടും തമ്മിൽ ബന്ധമുണ്ട്. പൊട്ടൻഷ്യൽ വ്യത്യാസത്തെ കറണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് കിട്ടും. ഈ റെസിസ്റ്റൻസ് ഏതെല്ലാം ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ഏതെല്ലാം ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ്?
നമുക്കൊരു പരീക്ഷണം ചെയ്ത് നോക്കിയാലോ? റെഡിയല്ലേ? അപ്പോൾ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ്? ഒരു ചാലകത്തിൻ്റെ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? നമുക്കൊരു ഈ പരീക്ഷണം ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കൂ, ഞാനൊരു ടോർച്ച് ബൾബ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് ഒരു നിക്രോം കമ്പിയാണ്. നിക്രോം കമ്പി ഇങ്ങനെ നീളത്തിൽ ഞാനിങ്ങനെ വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് മുതൽ ഈ എൻഡ് വരെ ഇത് ഒറ്റ കമ്പിയാണ്, ഒരിടത്തും ബ്രേക്ക് ഇല്ലാത്ത ഒരു കമ്പിയാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഞാൻ ഈ കമ്പിയുടെ ഈ അഗ്രത്തിൽ കണ്ടോ, ഇവിടെ ഇങ്ങനെ തൊട്ടു. അപ്പോൾ സർക്യൂട്ട് ക്ലോസായി, ബൾബ് പ്രകാശിക്കുന്നു. ഇനി ഞാൻ ഇതിലൂടെ ഇങ്ങനെ ഈ സ്ലൈഡ് ചെയ്ത് കൊണ്ടുവരുന്നു. നിങ്ങൾ ബൾബിൻ്റെ പ്രകാശ തീവ്രത നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കണം. ഇവിടെ വന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, തിരിച്ച് ഇങ്ങോട്ട് പോരുന്നു. കണ്ടോ, ഇങ്ങനെ കൊണ്ടുവന്ന് വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു. കണ്ടല്ലോ, ബൾബിൻ്റെ പ്രകാശ തീവ്രത നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുക. ഇതാ വീണ്ടും ഇവിടെ നിന്ന് ഈ അവസാന അഗ്രത്തിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. എന്ത് കണ്ടു? ബൾബിൻ്റെ പ്രകാശ തീവ്രത വളരെയധികം കുറഞ്ഞു അല്ലേ? ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഡിക്രീസസ്. ഇനിഷ്യൽ എൻഡിൽ തൊടുമ്പോൾ കണ്ടോ നല്ല പ്രകാശമുണ്ട്, ഇവിടെ എത്തുമ്പോൾ പ്രകാശം വളരെയധികം കുറയുന്നു. അപ്പോൾ എന്തായിരിക്കും കാരണം? ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതിങ്ങനെ 2 കഷ്ണം പൈപ്പുണ്ട്. കണ്ടല്ലോ, ഒന്ന് നീളം കുറഞ്ഞത്, ഒന്ന് നീളം കൂടിയത്. രണ്ടും ഒരേ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ളതാണ്. ഛേദതല വിസ്തീർണം രണ്ടിനും ഒരുപോലെ തന്നെ. ഇപ്പോൾ ഇതിലൂടെ ജലം ഒഴുകുകയാണെന്ന് സങ്കല്പിക്കുക. ഏതിലൂടെ ആയിരിക്കും എളുപ്പത്തിൽ ജലം ഇപ്പുറത്തേക്ക് എത്തുക? ഇതിലൂടെയാണോ ഇതിലൂടെയാണോ? നീളം കൂടിയതിലൂടെയാണോ? നീളം കുറഞ്ഞതിലൂടെ വളരെ എളുപ്പത്തിൽ അപ്പുറത്തേക്ക് ജലം എത്തും. എന്താ കാരണം? ഇവിടെ റെസിസ്റ്റൻസ് കുറവാണ്, പ്രതിരോധം കുറവാണ്. ഇതിലാണെങ്കിലോ ഈ എൻഡിൽ നിന്ന് ഈ എൻഡിലെത്താൻ വളരെ ദൂരം സഞ്ചരിക്കണം. അപ്പോൾ റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് അതാണ്. ഇവിടെ നോക്കിയേ, ഞാൻ ഈ സ്ലൈഡിങ് കോണ്ടാക്റ്റ് ഈ ഭാഗത്ത് ടച്ച് ചെയ്യുമ്പോൾ കണ്ടോ ബൾബ് നല്ല പ്രകാശത്തിൽ കത്തുന്നു, നീളം കൂടിക്കൊണ്ടേയിരിക്കുന്നു. കണ്ടോ, ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് നീളം കൂടുന്നു. അപ്പോൾ നീളം കൂടി വരുമ്പോഴെന്താ സംഭവിക്കുക? പ്രകാശ തീവ്രത കുറഞ്ഞു വരുന്നു, അതായത് റെസിസ്റ്റൻസ് കൂടുന്നു. റെസിസ്റ്റൻസ് ഏതിനെതിരെയുള്ള റെസിസ്റ്റൻസാണ്? കറണ്ട് ഫ്ലോയ്ക്കെതിരെയുള്ള റെസിസ്റ്റൻസാണ്. അപ്പോൾ കറണ്ട് കുറയും. റെസിസ്റ്റൻസ് കൂടുമ്പോൾ കറണ്ട് കുറയും. അപ്പോൾ ഇവിടെ ഏത് ഫാക്ടറാണ് റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്നത്? കറക്റ്റ്, ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ അല്ലേ? ഈ കണ്ടക്ടറിൻ്റെ ലെങ്ത് ആണ്. ആസ് ലെങ്ത് ഇൻക്രീസസ് റെസിസ്റ്റൻസ് ആൾസോ ഇൻക്രീസസ്. ലെങ്ത് കുറയുമ്പോഴോ റെസിസ്റ്റൻസും കുറയും. അപ്പോൾ റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ആ കണ്ടക്ടറിൻ്റെ ലെങ്ത് ആണ്. ഇനി വേറെ ഏതെങ്കിലും ഫാക്ടർ ഉണ്ടോ? നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ഈ സെയിം ലെങ്തിലുള്ള ഒരു ഈ നിക്രോം വയർ, അതിനെ തന്നെയാണ് ഇങ്ങനെ പല മടക്കായി ഒന്നിച്ച് ബ്രെയ്ഡ് ചെയ്ത് ഒന്നിച്ച് ചുറ്റി ഇങ്ങനെ വച്ചേക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി വച്ചേക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇതിൻ്റെ തിക്നെസ് കൂടും, അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ കാണുന്നത് എന്താണ്? ഇത് നിക്രോം വയറാണ്. ഇതെന്താണ്? ഇതും നിക്രോം വയറാണ്. നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പ്രകാശം വളരെയധികം കുറവ്, ഇവിടെ ആണെങ്കിലോ ഏത് ഭാഗത്ത് വെച്ചാലും കണ്ടോ, ഏത് ഭാഗത്ത് തൊട്ടാലും കണ്ടോ ബൾബിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് വ്യത്യാസം ഇല്ല. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് വ്യത്യാസം ഉണ്ടോ? ഇല്ല. എന്തായിരിക്കും കാരണം? ഇവിടെ നമുക്ക് ഈ PVC പൈപ്പ് ഒന്ന് പരിചയപ്പെടാം. ഇവിടെ എൻ്റെ കയ്യിൽ 2 കഷ്ണം പൈപ്പുകളുണ്ട്. കണ്ടോ, ഇത് തിക്നെസ് കുറഞ്ഞതും ഇത് കൂടുതലും, അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞ പൈപ്പാണിത്. ഇത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയ പൈപ്പ്.
ഏതിലൂടെ ആയിരിക്കും എളുപ്പത്തിൽ ജലം അപ്പുറത്തേക്ക് പോവുക? ഒരു എൻഡിൽ നിന്ന് രണ്ടാമത്തെ എൻഡിലേക്ക് പോകുന്നത് ഏതിലൂടെ ആയിരിക്കും? വണ്ണം കൂടിയ പൈപ്പിലൂടെ, അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയ പൈപ്പിലൂടെ കൂടുതൽ ജലം എളുപ്പത്തിൽ ഇപ്പുറത്തേക്ക് വരും. കാരണം എന്താ? ഇവിടെ റെസിസ്റ്റൻസ് കുറവാണ്. ഇതിലൂടെ ആണെങ്കിലോ ഈ വണ്ണം കുറഞ്ഞ അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞ പൈപ്പിലൂടെ ജലം ഒഴുകുമ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് കൂടുതൽ അനുഭവപ്പെടും. അപ്പോൾ റെസിസ്റ്റൻസും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. അതിന് നമ്മൾ വിപരീത അനുപാതം അല്ലെങ്കിൽ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എന്നാണ് പറയുക. അപ്പോൾ റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്ന രണ്ടാമത്തെ ഫാക്ടറാണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇവിടെ നമ്മൾ കണ്ടോ പ്രകാശ തീവ്രത വളരെ കുറവാണ് അല്ലേ? പ്രകാശ തീവ്രത വളരെ കുറവാണ്. ഇവിടെ ആണെങ്കിലോ തിക്നെസ് കൂടിയ നിക്രോം വയറിൽ നമ്മൾ എവിടെ തൊട്ടാലും പ്രകാശം നല്ലവണ്ണം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈ കമ്പിക്ക് കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് വളരെ കുറവുമാണ്. അപ്പോൾ രണ്ട് ഫാക്ടേഴ്സ് ആയല്ലോ. ഇനി നമുക്ക് നോക്കാം. ഞാനിത് ഇവിടെ വേറൊരു വയർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കൂ, കണ്ടോ? ഇവിടെ പ്രകാശം കണ്ടോ? വളരെ കുറവാണ്. നിക്രോമിൽ തൊടുമ്പോൾ പ്രകാശം വളരെ കുറവാണ്. എന്നാൽ ഈ ചെമ്പ് കമ്പിയിൽ തൊടുമ്പോൾ നോക്കിയേ, കണ്ടോ? കോപ്പർ വയറിൽ തൊടുന്ന സമയത്ത് കണ്ടോ പ്രകാശം വളരെയധികം കൂടുതലായി നമുക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ എന്താ മനസ്സിലായത്? ഇവിടെ പ്രകാശം വളരെ കുറവാണ്, ഇവിടെ ആണെങ്കിലോ കൂടുതലുമാണ്. അപ്പോൾ ഏത് ഫാക്ടറാണ് ഇവിടെ റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്നത്? ചിന്തിച്ചോ? നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ അല്ലെങ്കിൽ നേച്ചർ ഓഫ് ദ കണ്ടക്ടർ. ഇപ്പോൾ നമ്മൾ സാധാരണയായി കണ്ടക്ടേഴ്സ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് കോപ്പറാണ്. വീടുകളിലെല്ലാം വയറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് കോപ്പർ വയറുകളാണ്. അതിന് താരതമ്യേന റെസിസ്റ്റൻസ് കുറവാണ്. അതേസമയം ഇലക്ട്രിക് അയൺ, ഹീറ്റർ തുടങ്ങിയവയിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് നിക്രോം എന്ന റെസിസ്റ്ററാണ്. അപ്പോൾ നിക്രോം കണ്ടക്ടറാണ്, പക്ഷേ കോപ്പറിനെ അപേക്ഷിച്ച് റെസിസ്റ്റൻസ് കൂടുതലാണ്. അപ്പോൾ മൂന്നാമത്തെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ് ഏതൊക്കെയാണ്? ലെങ്ത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, പിന്നൊന്നേതാ? നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. ഇനി ഏതെങ്കിലും ഉണ്ടോ? വേറൊരു ഫാക്ടർ കൂടെ ഉണ്ട്. നമുക്കിവിടെ ഈ പരീക്ഷണം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഉപകരണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഉപകരണം ഇത് മൾട്ടിമീറ്റർ എന്നാണ് ഈ ഉപകരണത്തിന് പറയുക. അപ്പോൾ ഈ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടെത്താം, കറണ്ട് മെഷർ ചെയ്യാം, റെസിസ്റ്റൻസ് മെഷർ ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഈ മൾട്ടിമീറ്ററിൻ്റെ രണ്ട് ടെർമിനൽസാണ് ഞാനിങ്ങനെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. ഈ കാണുന്നത് കണ്ടല്ലോ, ഇത് റെഡ് ടെർമിനലും ഇത് ബ്ലാക്കും, പോസിറ്റീവും നെഗറ്റീവും എന്നുള്ള രീതിയിൽ നമുക്കെടുക്കാം. ഇവിടെ ഈ രണ്ട് എൻസിനിടയിലായിട്ട്, രണ്ട് ടെർമിനൽസിനിടയിലായിട്ട് ഞാനൊരു നിക്രോം കമ്പി ഇങ്ങനെ ഉറപ്പിച്ചിട്ടുണ്ട്. ആ നിക്രോം കമ്പിയുടെ ടെമ്പറേച്ചർ ഇപ്പോൾ എന്താണോ നമ്മുടെ റൂം ടെമ്പറേച്ചർ, ഈ പരീക്ഷണം നടക്കുന്ന ലാബിലെ ടെമ്പറേച്ചറാണ് നമ്മൾ റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഒരു 30 ഡിഗ്രി സെൽഷ്യസ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ നിക്രോം കമ്പിയുടെ ഈ ഊഷ്മാവിൽ നിക്രോം കമ്പിയുടെ റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഇവിടെ ഈ ഇത് മൾട്ടിമീറ്ററിൻ്റെ നീഡിൽ തിരിച്ച് ഞാനിത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇവിടെ നോക്കൂ, നിങ്ങൾ എത്രയാണ് കാണുന്നത്? ഇതിൽ കാണുന്ന റീഡിങ് കണ്ടോ? എത്രയാണ്? 2.4 ഓം എന്നാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് ഈ
നിക്രോം കമ്പി ഒന്ന് ചൂടാക്കി നോക്കാം. അപ്പോൾ ഈ റീഡിങ്ങിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാവരും ഈ മൾട്ടിമീറ്ററിൻ്റെ ഇതിൽ തന്നെ നോക്കിയിരിക്കുക. ഞാനിവിടെ ഈ നിക്രോം വയറിനെ ചൂടാക്കാൻ പോവുകയാണ്. ചൂടാക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇപ്പോൾ നിങ്ങൾ ചൂടാക്കുന്നതിന് മുമ്പ് കാണുന്ന 2.5 എന്നുള്ള റീഡിംഗ് അല്ലേ കാണുന്നത്. ഇനി നോക്കൂ, ഈ നിക്രോം വയർ ചൂടാക്കുമ്പോൾ റീഡിങ്ങിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കുറച്ച് സമയം ചൂടാക്കേണ്ടതുണ്ട്. ഞാനിത് ചൂടാക്കിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ആ മൾട്ടിമീറ്റർ റീഡിങ്ങിൽ തന്നെ നോക്കിയിരിക്കുക. ഇവിടെ നോക്കൂ, നിങ്ങൾ കണ്ടോ ഇപ്പോഴുള്ള റീഡിങ് എത്രയാ? 3.3 വരെ എത്തി അല്ലേ. അപ്പം നേരത്തെ നമ്മൾ 2.45 എന്നുള്ള റേഞ്ചിൽ നിന്ന് ഇപ്പോൾ 3.3 വരെ റീഡിങ് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ മനസ്സിലായത്? ഇവിടെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില കൂടുന്നതിനനുസരിച്ച് ഈ നിക്രോം വയറിൻ്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാണ്, കൂടുകയാണ് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പോൾ നാലാമത്തെ ഫാക്ടർ, ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ റെസിസ്റ്റൻസിനെ സ്വാധീനിക്കുന്ന അഫക്റ്റ് ചെയ്യുന്ന നാലാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ആ കണ്ടക്ടറിൻ്റെ ടെമ്പറേച്ചറാണ്. ആ കണ്ടക്ടറിൻ്റെ ടെമ്പറേച്ചർ. അപ്പോൾ വിച്ച് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ? നിങ്ങൾ നോട്ട്ബുക്കിൽ കുറിച്ചല്ലോ, നമുക്കിവിടെ നോക്കാം. ഉണ്ടോ? ഒരു ചാലകത്തിൻ്റെ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നീളം, ഛേദതല പരപ്പളവ്, പദാർത്ഥത്തിൻ്റെ സ്വഭാവം, പിന്നെ താപനില. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ് ആർ ലെങ്ത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, നേച്ചർ ഓഫ് ദ സബ്സ്റ്റൻസ് ആൻഡ് ടെമ്പറേച്ചർ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്ന് ഓർമ്മിക്കാം. എന്തൊക്കെയാണ് ഞാൻ ഇന്ന് പഠിപ്പിച്ചത്? ഒരു വൈദ്യുത സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം പൊട്ടൻഷ്യൽ ഡിഫറൻസും കറണ്ടും തമ്മിൽ ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുമ്പോൾ കറണ്ടും കൂടും. അതുമായി ബന്ധപ്പെട്ടൊരു നിയമം ഉണ്ടല്ലോ. അതെ, ഓം നിയമം അല്ലേ, ഓംസ് ലോ. അത് നമ്മൾ പഠിച്ചു. പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കറണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക? റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റും പഠിച്ചു. എന്തായിരുന്നു? ഓം. ഈ റെസിസ്റ്റൻസ് ഏതെല്ലാം ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ലെങ്ത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, നേച്ചർ ഓഫ് ദ കണ്ടക്ടർ, പിന്നെയോ ടെമ്പറേച്ചർ. ഇത്രയും കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ പഠിച്ചു. ഇനി ഞാൻ നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തരികയാണ്. ഒരു ലഘുവായ ഒരു സർക്യൂട്ട് നിർമ്മിക്കുന്നതിനുള്ള അസൈൻമെൻറ്റാണ്. ഇതിന് വേണ്ടത് ഒരു 3 സെല്ലുകൾ, ടോർച്ച് സെല്ലുകൾ, ഒരു 6 വോൾട്ടിൻ്റെ ബൾബ്, 6 അല്ലെങ്കിൽ 3 വോൾട്ടിൻ്റെ ബൾബായാലും മതി. അതുപോലെ ഒരു സ്വിച്ച്, കുറച്ച് കണക്ഷൻ വയേഴ്സ്, ഒരു കീ അല്ലെങ്കിൽ ഒരു സ്വിച്ച്, ഇത്രയും വേണം. ആദ്യം ഈ 3 വോൾട്ടിൻ്റെ ബൾബിനെ ഒരു സെല്ല് ഉപയോഗിച്ച് പ്രകാശിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഉണ്ടാകുന്ന പ്രകാശ തീവ്രത, ലൈറ്റ് ഇൻറ്റൻസിറ്റി നിങ്ങൾ നിരീക്ഷിക്കുക. ഇനി നമ്മൾ അടുത്ത് എന്ത് ചെയ്യണം? സെല്ലിൻ്റെ എണ്ണം കൂട്ടുക. ഒരു സെല്ല് കൂടെ ശ്രേണിയായി ബന്ധിപ്പിച്ച് ബൾബിൻ്റെ പ്രകാശ തീവ്രത നോക്കുക. അപ്പോൾ ഒരു സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ വ്യത്യാസം 1.5 വോൾട്ടാണ്. അപ്പോൾ നമുക്കിവിടെ 2 സെല്ലുകൾ ഉപയോഗിച്ച് 3 വോൾട്ടിൻ്റെ ബൾബ് കത്തിക്കാം. കൂടുതൽ സെല്ലുകൾ ഉപയോഗിച്ചാൽ ഈ ബൾബ് ഫ്യൂസായി പോകാൻ ഇടയുണ്ട്. 6 വോൾട്ടിൻ്റെ ബൾബാണെങ്കിൽ നമുക്ക് വീണ്ടും 2 സെല്ലുകൾ കൂടെ ഉപയോഗിച്ച് നമുക്ക് ബൾബ് പ്രകാശിപ്പിച്ച് നോക്കാം. 6 വോൾട്ടിൻ്റെ ബൾബാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് 4 സെല്ലുകൾ വരെ ഉപയോഗിക്കാവുന്നതാണ്.
അപ്പോൾ ഈ പരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ പരീക്ഷണങ്ങൾ എല്ലാം തന്നെ ടോർച്ച് സെല്ലോ അല്ലെങ്കിൽ ബട്ടൺ സെല്ലോ അതുപയോഗിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ. ആരും തന്നെ ഇത് നമ്മുടെ മെയിൻസിൽ കണക്ട് ചെയ്യരുത്, നമ്മുടെ വീട്ടിലെ പ്ലഗ് പോയിൻറ്റിൽ കണക്ട് ചെയ്ത് ഈ പരീക്ഷണങ്ങളൊന്നും തന്നെ ചെയ്യരുത് എന്നുള്ള കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. റെഡിയല്ലേ? എല്ലാവരും ഇതെല്ലാം അനുസരിക്കുമല്ലോ? ഓക്കെ, ഗുഡ്.